ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആഴ്സണൽ വേഴ്സ് ബെൻഫോർഡ് മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആഴ്സണലിൻ്റെ തട്ടകമായ എമറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആഴ്സണൽ വേഴ്സ് ബെൻഫോർഡ് മത്സരം 3-1 എന്ന ഗോൾ സ്കോറിലായിരുന്നു ആഴ്സണൽ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ആഴ്സണലിന് വേണ്ടി മാർട്ടിനെലി, ഗബ്രിയൽ ജീസസ് എന്നിവരായിരുന്നു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി 39 പോയിൻറ്റുമായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. പക്ഷേ ആർസണലിൻ്റെ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് മിഡ്ഫീൽഡിൽ ഡിക്ലൈൻ റൈസ് ഒഴികെ ബാക്കി എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. മത്സരം വാച്ച് ചെയ്ത ആൾക്കും നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഡിഫെൻസീവിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചു. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി എനിക്ക് ആ ഒരു മാച്ചസിൽ നല്ല ഫീൽ ചെയ്തു. ഇതിനു മുന്നേ പ്ലേ ചെയ്ത മാച്ച് വെച്ച് ഈ ഒരു മാച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫെൻസീവിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചതായി തോന്നുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് എല്ലാവരും കാണപ്പെടുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഗബ്രിയൽ ജീസസിനെ എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇതിനു മുന്നേ മാൻ സിറ്റിയിലായാലും അതുപോലെ തന്നെ ആർസണലിൽ വന്നിട്ടായാലും യാതൊരു രീതിയിലുള്ള ഫാൻ സപ്പോർട്ടും എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. കാരണം ആളുടെ പൊസിഷൻ സെൻറ്റർ ഫോർവേഡ് ആണെങ്കിൽ ഡിഫെൻസീവില് വലിയ രീതിയിലുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലെയറല്ല. ബോക്സ് പ്ലെയർ ആണെങ്കിലും ആ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പം ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹം വളരെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. വേറൊരു കാര്യം, ആർസണലിനെ കുറിച്ച് പറയുമ്പം കഴിഞ്ഞ സീസണിലും അതിനുള്ള മുമ്പത്തെ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്, ടൈറ്റിൽ റേസിൽ അവരുണ്ടാകും. പക്ഷേ അവസാനത്തെ ഒരു 3-4 മാച്ചസിലേക്ക് വരുമ്പം ഇതുവരെ കളിച്ച ആ ഒരു ഫോം കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാൻ വേണ്ടി അവർക്ക് യാതൊരു വിധത്തിലും സാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സീസണിൽ അത് സാധിക്കുകയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ലിവർപൂളിനെ കമ്പയർ കമ്പയർ ചെയ്ത് നോക്കുമ്പം യാതൊരുവിധ ഹോപ്പും വേറൊരു ടീമിനും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ ചെൽസിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും അതുപോലെ തന്നെ ആർസണലായാലും നമ്മൾ ടോപ്പ് 4 എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും 2 മാച്ചസ് വിൻ ചെയ്താലും മൂന്നാമത്തെ മാച്ചസ് ഫെയിലാവുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ബിഗ് മാച്ചസ് വന്നതിനാലും അവർ തോൽവി ഘട്ടത്തുനിന്ന് മാക്സിമം സമനിലയെങ്കിലും പിടിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന മത്സരങ്ങളിൽ ലിവർപൂള് ഫെയിലാവുമെങ്കിൽ മാത്രമാണ് ഈ ബാക്കി വരുന്ന ചെൽസിക്കായാലും ആർസണലായാലും ഒരു ഹോപ്പ് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.